റീകോമ്പിനൻ്റ് ടെക്നോളജി. അപ്പോൾ ആദ്യം ഞാനതിൻ്റെ ഒരു കാര്യം ഈ പിക്ചർ വെച്ച് പറഞ്ഞുതരാം, എന്നിട്ട് കാര്യത്തിലോട്ട് വരാം. നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു ജീന് ആവശ്യമാണ്. ആ ജീൻ ചെയ്യുന്ന പ്രവർത്തനം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയണേ. ഇൻസുലിൻ വെച്ച് തന്നെ പറയാം. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളത് നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ജീൻ ഉണ്ടാകും അല്ലേ. പാൻക്രിയാസിൽ ഉണ്ടാകാനായിട്ടുള്ളൊരു ജീൻ ഉണ്ടാകും. ആ ജീനിനകത്ത് എന്തായാലും ഇൻസുലിൻ ഉണ്ടാവേണ്ടത് എങ്ങനെയെന്നും എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇൻസുലിൻ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാകുന്നത് എന്നുള്ള ജീനിനെ നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്കതിനെ മനുഷ്യൻ്റെ DNA നിന്നും കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് DNA നിന്നും ഒരു സീക്വൻസിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ടെക്നോളജി കൊണ്ട് നമ്മൾ DNA ഒക്കെ കണ്ടെത്താൻ പഠിച്ചു. DNA ഈ പറഞ്ഞ സീക്വൻസുകൾ മനസ്സിലാക്കാൻ പഠിച്ചു. അതിൽ ഈ കാണുന്ന ഒരു സീക്വൻസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇൻസുലിൻ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സീക്വൻസ് ഇൻസുലിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സീക്വൻസിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ ആദ്യം ഒരു കത്രിക വേണം. ആ പറയുന്ന ബയോളജിക്കലിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജെനറ്റിക് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈ പറഞ്ഞ സീക്വൻസിനെ കട്ട് ചെയ്യും. സോ നമുക്ക് സീക്വൻസ് കിട്ടും. ഈ സീക്വൻസ് ഒരു DNA ഭാഗമാണ്. നമുക്ക് എന്തായാലും DNA നേരെ പിടിച്ച് ഒരു സാധനവും ചെയ്യാൻ നമുക്കറിയത്തില്ല. DNA ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുമ്പോൾ അത് പറയുന്ന അനുസരിച്ചാണ് ഭാഗം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു 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 ഓർഗാനിസത്തിലേക്ക് കൊണ്ട് എത്തിക്കണം. ഈ പറയുന്ന ഓർഗാനിസത്തെ നമുക്ക് ഹോസ്റ്റ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ഹോസ്റ്റ്. പക്ഷേ ഡയറക്റ്റായിട്ട് ഈ കഷ്ണത്തിന് പിടിച്ചും കൊടുത്താൽ പറ്റുമോ? ഇല്ല. നമുക്കപ്പോൾ അതൊരു DNA ആക്കി തന്നെ കൊടുക്കണം. അല്ല, ഇവിടെ നിന്നൊരു കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. ആ കഷ്ണം നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ആ കഷ്ണം അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു കാരിയർ വേണം. ആ കാരിയറാണ് വെക്റ്റർ എന്ന് പറയുന്നത്. ആ കാരിയറിൻ്റെ പേരാണ് വെക്റ്റർ. നമ്മൾ സാധാരണ ബാക്ടീരിയയിൽ കാണുന്ന പ്ലാസ്മിഡിനെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പ്ലാസ്മിഡ് എന്ന് മനസ്സിലാക്കുക. ഒരു ബാക്ടീരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ ന്യൂക്ലിയസിനകത്തൊരു DNA ഉണ്ടാകും. എന്നാൽ ഇതല്ലാതെ ബാക്ടീരിയകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം DNA സീക്വൻസിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു DNA ആണ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്. ഇതിന് ബാക്ടീരിയയെ സഹായിക്കുന്ന ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാക്ടീരിയയിൽ നിന്നുള്ള പ്ലാസ്മിഡിനെ എടുക്കും. അപ്പോൾ പ്ലാസ്മിഡ് എന്ന് വെച്ചാൽ ഒരു DNA സീക്വൻസ് ആണെന്ന് മനസ്സിലാക്കുക. ബാക്ടീരിയകളിൽ കാണുന്ന ഒരു DNA സീക്വൻസാണ് പ്ലാസ്മിഡ്. ബാക്ടീരിയയുടെ പ്രധാന ജോലി ചെയ്യാൻ വേറെ DNA ഉണ്ട്. അതല്ലാതെ അഡീഷണലി കാണുന്ന ഒരു DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. DNA എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ സാധനം അതിങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ, സർക്കുലർ ഷേപ്പിൽ ഇരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ സാധാരണ ജോലി അഫക്റ്റ് ആവാത്ത ഒരു ചെറിയ ഭാഗത്തിനെ കണ്ടെത്തി അതിനെ മുറിച്ച് കളയും. അവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ മനുഷ്യൻ്റെ DNA ഭാഗവും ഈ പറഞ്ഞ സാധനവും കൂടെ പരസ്പരം നമ്മളിവിടെ ഒട്ടിച്ച് വയ്ക്കും. അപ്പോൾ ലിഗേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ഒട്ടിച്ച് വയ്ക്കുന്നത്. എന്താണ്? ലിഗേസ് ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് ഈ ഒട്ടിച്ച സാധനത്തിനടുത്ത് നമ്മുടെ ഹോസ്റ്റിലോട്ട് കൊടുക്കും. ഈ ഹോസ്റ്റ് എന്ന് പറയുന്ന സാധാരണ നമ്മൾ കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ കോളൈ ബാക്ടീരിയ പെട്ടെന്ന് പെറ്റുപെരുകും. അപ്പോൾ ഈ കോളൈ ബാക്ടീരിയ പെറ്റുപെരുകുമ്പോൾ ഈ കോളയ്ക്കകത്ത് ഇപ്പോൾ എന്തുണ്ട്? ഇൻസുലിൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കോഡും ഉണ്ട്. അപ്പോൾ ഈ കോഡ് വായിച്ചിട്ട് ഈ പറഞ്ഞ കോളൈ പ്രവർത്തിച്ച് എന്തുണ്ടാവും? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. As the inserted gene become active in the cell, the desired product is formed. നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്നത് ഇൻസുലിനാണ്. സോ ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ DNA ഉപയോഗിച്ച് മനുഷ്യൻ്റെ DNAയും ഈ പറഞ്ഞ ബാക്ടീരിയയുടെ DNAയും നമ്മളിവിടെ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. അപ്പോൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ടെക്നോളജി എന്ത് വിളിക്കാം? റീകോമ്പിനൻ്റ് ടെക്നോളജി എന്ന് വിളിച്ചൂടെ? അപ്പോൾ എന്താണ് റീകോമ്പിനൻ്റ് ടെക്നോളജി? Combine the DNA segment of 2 or more different organisms to form a recombinant DNA. കണ്ടോ? 2 ഓർഗാനിസങ്ങളുടെ DNA കമ്പൈൻ ചെയ്തു. മനുഷ്യൻ്റെയും ബാക്ടീരിയ കാണുന്ന പ്ലാസ്മിഡിനെയും കമ്പൈൻ ചെയ്ത് അതിനെ മറ്റൊരു ഓർഗാനിസത്തിൽ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുന്ന പരിപാടി. അപ്പോൾ എന്താണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി? റീകോമ്പിനേഷൻ ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള 2 ഓർഗാനിസത്തിൻ്റെ DNA കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യം എന്ത് ചെയ്യും? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ജനറ്റിക് സിസറായി പ്രവർത്തിക്കുന്നു. അത് എന്താണ്? സ്പെസിഫിക് ജീനിനെ കട്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമ്മളെ മനുഷ്യനിൽ ആവശ്യമായിട്ടുള്ള ജീനെ കട്ട് ചെയ്യുന്ന ആരാണ്? അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് REN എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യും.
ബാക്ടീരിയയുടെ പ്ലാസ്മിഡിനെ കട്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് തന്നെ ആണ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം, ബാക്ടീരിയയിൽ അഡീഷണലി നമ്മൾ വണ്ടിയിൽ ടയറിൽ സ്റ്റെപ്പിന് ഇരിക്കുന്ന പോലെ ഈ ബാക്ടീരിയയിൽ കാണുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു DNA സീക്വൻസ് ആണ് പ്ലാസ്മിഡ് എന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കട്ട് ചെയ്തു, മുറിച്ചെടുത്തു. അടുത്ത ജോലി എന്താ? എ ലിഗേസ് എൻസൈം ദാറ്റ് ഈസ് ജനറ്റിക് ഗ്ലൂ ദാറ്റ് ജോയിൻ ദ 2 DNA സെഗ്മെന്റ്സ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? രണ്ടിനെയും കൂടെ ഒട്ടിക്കും. എവിടെ ഒട്ടിക്കും? കാരിയറിൽ ഒട്ടിക്കും. ആ കാരിയറിന്റെ പേരാണെന്ത്? വെക്റ്റർ. ഓക്കെ, എ വെക്റ്റർ ദാറ്റ് ക്യാരീസ് ദ ജീൻ ആൻഡ് എ ഹോസ്റ്റ് സെൽ ഇൻറ്റു വിച്ച് ദ റീകോമ്പിനന്റ് DNA ഈസ് ഇൻസർട്ടഡ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത DNA ഒട്ടിക്കാൻ ലിഗേസ് ഉപയോഗിക്കും. എവിടെയാണ് ഒട്ടിക്കുന്നത്? അത് ഒട്ടിക്കുന്നത് വെക്റ്ററിലാണ് ഒട്ടിക്കുന്നത്. ഈ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ബാക്ടീരിയ പ്ലാസ്മിഡ് ആയിരിക്കും വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വെക്റ്റർ നമ്മൾ എന്ത് ചെയ്യും? ഈ വെക്റ്റർ നമ്മൾ അതിനെ ഒട്ടിച്ചു വയ്ക്കും ലിഗേസ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻസർട്ട് ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം, റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ DNA റീകമ്പൈൻ ചെയ്യുന്നു. നമ്മൾ DNA എന്തിനാണ് റീകമ്പൈൻ ചെയ്തത്? നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ കോഡ് എഴുതി വെച്ചേക്കുന്ന ഒരു ജീൻ നമ്മളതിനെ മുറിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ജെനറ്റിക് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നേരെ എടുത്തൊരു ഹോസ്റ്റിലോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. അതിന് ബാക്കി തലയും വാലും വേണം. അപ്പോൾ തലയും വാലും കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വെക്റ്ററിനെ ചൂസ് ചെയ്യും. ആ വെക്റ്ററിൻ്റെ ഒരു ഭാഗവും നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ട് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം വെച്ച് ആ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള സീക്വൻസിനെയും വെക്റ്ററിൻ്റെ സീക്വൻസിനെയും ഒട്ടിക്കും. എന്നിട്ട് രണ്ടും കൂടെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് അതിനെ ഇൻസർട്ട് ചെയ്യും. സാധാരണ നമ്മൾ വെക്റ്ററായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്മിഡുകളെയാണ്, വിച്ച് ആർ സർക്കുലർ DNA ഇൻ ബാക്ടീരിയ. ചില വൈറസുകളെയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെക്റ്ററായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ കാര്യം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആ പിക്ചർ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കണ്ടോ? ഹ്യൂമൻ DNAയിൽ നിന്ന് കട്ട് ദ ഡിസൈറബിൾ ജീൻ. ഹ്യൂമൻ DNAയിൽ നിന്നും നമ്മൾ ഡിസൈറബിൾ ആയ ഭാഗത്തിന് കട്ട് ചെയ്ത് മാറ്റി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട്. ഇത് ബാക്ടീരിയയിൽ കാണുന്ന പ്ലാസ്മിഡാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? കട്ട് ദ പ്ലാസ്മിഡ് ആൻഡ് റിമൂവ് എ സ്പെസിഫിക് പാർട്ട്. ഒരു സ്പെസിഫിക് പാർട്ട് റിമൂവ് ചെയ്യും. അടുത്ത് ദ കട്ട് ഹ്യൂമൻ ജീൻ ഈസ് ലിഗേറ്റഡ് ടു ദ പ്ലാസ്മിഡ്. കട്ട് ചെയ്ത ഹ്യൂമൻ ജീന് ഈ പറഞ്ഞ പ്ലാസ്മിഡിലോട്ട് ലിഗേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഒട്ടിച്ചു. എന്നിട്ട് ഈ പ്ലാസ്മിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹ്യൂമൻ ജീനുമായി ചേർത്തിട്ട് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന ജീൻ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. പിടികിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ത് ജോലി ചെയ്യുന്നു? ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. അതായത് ജെനറ്റിക് സിസർ എന്നറിയപ്പെടുന്നത് ആരാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ജെനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിഗേസ്. വെക്റ്ററായിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? പ്ലാസ്മിഡിനെ. വെക്റ്ററിൻ്റെ ജോലി എന്താണ്? സ്പെസിഫിക് DNA സീക്വൻസിനെ ഹോസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുക, അവിടെ വളർത്തിയെടുക്കുക. ഹോസ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ വളർത്തിയെടുക്കുന്ന ജോലി ചെയ്യും. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പോൾ എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DNA സെഗ്മെൻറ്റുകളെ കമ്പൈൻ ചെയ്യുന്നു. രണ്ടോ അതിലധികമോ കമ്പൈൻ ചെയ്യുന്നു. എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന ജെനറ്റിക് സിസർ, അത് ബാക്ടീരിയൽ എൻസൈമാണ്. അത് DNA കട്ട് ചെയ്യും. DNA ലിഗേസ് അഥവാ ജെനറ്റിക് ഗ്ലൂ ഇതിനെ ഒട്ടിക്കും. വെക്റ്റർ എന്ന് പറയുന്നതാണ് ജീൻ കാരിയർ. ഇത് DNA മോളിക്യൂളിനെ നമ്മുടെ ഫോറിൻ ജീനുമായിട്ട് ചേർന്ന് ഹോസ്റ്റിലേക്ക് എത്തിക്കുന്നു. പ്ലാസ്മിഡ് ബാക്ടീരിയോഫേജസ് ആയിട്ടുള്ള വൈറസ് ഒക്കെയാണ് സാധാരണ ഇതിന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്ലാസ്മിഡ് പഠിച്ചു വെച്ചാലും മതി. ഹോസ്റ്റ് സെൽ എന്താണ്? ഏത് ഓർഗാനിസമാണോ ഈ റീകോമ്പിനന്റ് DNA എടുക്കുന്നത്, അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അതിനെ എന്താണ് ആ പറഞ്ഞ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് ഹോസ്റ്റ് സെല്ല്. സാധാരണ നമ്മൾ ഈ കോളൈ ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇൻസുലിൻ പറഞ്ഞുകൊണ്ടാണ് ഞാനതിവിടെ ആഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇൻസുലിനെ പറ്റിയും പഠിക്കും. അപ്പോൾ എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എൻസൈംസും ഫംഗ്ഷൻസും പറയും, വെക്റ്ററും ഫംഗ്ഷനും പറയും, ഏതൊക്കെ സ്റ്റേജസ് ഉണ്ടെന്നും പറയും.